നമുക്ക് കേരളത്തിൽ ഉളവാക്കുന്ന ഒരു കണക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. അതിന് കണക്കുകൾ സാക്ഷ്യം പറയുന്നു. കഴിഞ്ഞ 8 വർഷത്തിനിടെ സ്ത്രീകൾക്കെതിരെ നടന്നത് 1,33,000 അതിക്രമങ്ങളാണ്. നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ കാണാതാകുന്ന സ്ത്രീകളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഖ്യാപനങ്ങളും അന്വേഷണങ്ങളും പേരിൽ മാത്രം ഒതുങ്ങിപ്പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ച ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സ്ത്രീകൾ 170 പേർ ഇപ്പോഴും കാണാമറയത്താണ്. ജനം ഈ വാർത്ത ബ്രേക്ക് ചെയ്യുകയാണ്. എസ് ശാലിനി ചേരുന്നു നമ്മോടൊപ്പം വിവരങ്ങളുമായി. ശാലിനി, നമസ്തേ. നമ്മൾ 3 പേരും സ്ത്രീകളാണ്. ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നതിലും ഉണ്ട് ബഹുഭൂരിപക്ഷവും സ്ത്രീകളായിട്ടുള്ള ആളുകൾ, ഒരുപക്ഷെ സ്ത്രീകളുടെ സുരക്ഷയിൽ വലിയ ആശങ്കയുള്ള പുരുഷന്മാരും. ഈ കണക്കുകൾ വെറുതെ നമ്മൾ എന്തെങ്കിലും പറയുകയല്ല, ഈ കണക്കുകൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. കേരളത്തിലാണ് ഇതെന്നുള്ളത് അതിനേക്കാൾ ആശങ്കയാക്കുന്നു. എങ്ങോട്ടാണ് കേരളം പോകുന്നത്? നവോത്ഥാന കേരളം, ഒരുപക്ഷെ വനിതാ മതിലൊക്കെ സൃഷ്ടിക്കപ്പെട്ടൊരു ഇടത്താണ്. ആ മതിൽ എന്തിനായിരുന്നു എന്ന ചോദ്യത്തിലേക്ക്, കുറേ പൈസ കളയാനല്ലാതെ വേറെ എന്തിനായിരുന്നു എന്ന ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ കണക്കുകൾ എത്രത്തോളം നമ്മളെ ഭീതിപ്പെടുത്തുന്നു ശാലിനി? വീണ, രോഹിണി, നമസ്തേ, ഗുഡ് മോർണിംഗ്. എന്തായാലും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ആശങ്കയോട് മാത്രമേ ഒരു വനിത അല്ലെങ്കിൽ സ്ത്രീ എന്ന നിലയിൽ കേരളത്തിൽ ജീവിക്കാൻ കഴിയൂ എന്നുള്ളൊരു ആശങ്കയാണ് നമുക്ക് ഈ മണിക്കൂറിൽ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, വനിതാ മതിൽ നടത്തുന്നു വനിതാ ദിനങ്ങളിൽ, ഒപ്പം തന്നെ രാത്രി നടത്തം നടത്തുന്നു മന്ത്രിമാരുടെ നേതൃത്വത്തിൽ, വനിതാ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ. പക്ഷേ കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ്, ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ നടന്ന അതിക്രമങ്ങൾ, പീഡനങ്ങൾ, ഒപ്പം തന്നെ കാണാതാകൽ അടക്കമുള്ള മിസ്സിംഗ് കേസുകൾ അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ 1,33,595 കേസുകൾ കഴിഞ്ഞ 2016 മുതൽ ഇക്കൊല്ലം ജൂൺ വരെ കേരളത്തിൽ വനിതകൾക്കെതിരായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വനിതകൾക്കെതിരായി നടന്ന അതിക്രമ കേസുകളായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആശങ്കാജനകമാണ്. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ മാത്രമാണ് ഈ 1,33,000 മുകളിലുള്ളത്. അതിൽ അപ്പുറം ഒരു പക്ഷേ സൈലന്റായി അല്ലെങ്കിൽ പുറത്തറിയാതെ, പുറം ലോകം അറിയാതെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ പീഡനത്തിനിരയാകുന്നു, ഒപ്പം തന്നെ വീടുകളിൽ പീഡനത്തിനിരയാകുന്നു എന്നതടക്കമുള്ള കേസുകളും ഇതിൽ പെടുന്നുണ്ട്. പ്രത്യേകിച്ച് പീഡന പരാതികളുണ്ട്, വീടുകളിൽ ഗാർഹിക പീഡന പരാതികളുണ്ട്, അതിക്രമങ്ങളുണ്ട്, ഒപ്പം തന്നെ ലൈംഗിക അതിക്രമങ്ങളുണ്ട്. അങ്ങനെ ഈ കേസുകൾ വലിയ രീതിയിൽ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ സാഹചര്യം. ബലാത്സംഗം, ഉപദ്രവം, ഒപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകൽ എന്നതടക്കമുള്ള കേസുകളാണ് ഈ 1,33,595 എന്നുള്ളതാണ്. അതിൽ ഏകദേശം 33,000-ലധികം സ്ത്രീകൾ മിസ്സിംഗ് കേസുകളായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഈ കണക്കുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ 336 സ്ത്രീകളെയാണ് കഴിഞ്ഞ 2017 മുതൽ 2021 വരെയുള്ള കാലയളവിൽ കാണാതായത്. ആ കാണാതായതിൽ പലരെയും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ 170 പേരെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. ഇതിനിടയിലാണ് ജസ്ന തിരോധാനം അടക്കമുള്ള കേസുകൾ വരുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മിസ്സിംഗ് കേസുകൾ കണ്ടെത്താനോ അല്ലെങ്കിൽ ആ പെൺകുട്ടികൾ എവിടെയാണോ എന്ന് കണ്ടെത്താനോ ഇതുവരെയും സാഹചര്യങ്ങളോ സാധ്യതകളോ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ CBIക്കോ മുൻപിൽ എത്തിയിട്ടില്ല എന്നുള്ളൊരു ചോദ്യചിഹ്നം കൂടി ഈ ഘട്ടത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം അടക്കമുള്ള ജില്ലകൾ, ആ ജില്ലകളിൽ നിന്ന് കാണാതായ ഏകദേശം കുറെ അധികം ആളുകൾ, ഏകദേശം 100-ലധികം സ്ത്രീകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരാശങ്കാജനകമായ സാഹചര്യം കൂടി ഈ ജില്ലകളിൽ നിൽക്കുന്നുണ്ട്. കാരണം ഓരോ ജില്ലകളുടെയും കണക്കുകൾ, അതായത് ജില്ലാ പോലീസ് മേധാവിമാർ, സംസ്ഥാന പോലീസ് മേധാവിമാർക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ആ കേസിന്റെ സ്ഥിതിഗതികൾ പുറത്തുവിടേണ്ടതായിട്ടുണ്ട്. അവരെ കണ്ടെത്തിയോ അല്ലെങ്കിൽ എന്താണ് ആ കേസിന്റെ നിജസ്ഥിതി എന്നുള്ളത്. പക്ഷേ അതൊന്നും പോലീസ് പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതും മറ്റൊരു ആശങ്കാജനകമായ സാഹചര്യത്തിൽ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും അവകാശപ്പെടുകയുണ്ട്, കേരളം നമ്പർ 1 ആണ്, ആരോഗ്യ മേഖലയിലും സ്ത്രീ സുരക്ഷയിലും ഒക്കെ നമ്പർ 1 ആണ് എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകി അധികാരത്തിലേറിയ സർക്കാരിന്റെ 2 കാലഘട്ടങ്ങളിലെ, അല്ലെങ്കിൽ 2 പിണറായി സർക്കാരിന്റെ കാലത്തെ കണക്കുകൾ കൂടിയാണ് ഈ പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതും ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതിൽ ഒരു കൊല്ലം പറയേണ്ട, അല്ലെങ്കിൽ ഒരു കണക്കുകൾ കൂടി നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ഈ വർഷം ആദ്യത്തെ 6 മാസക്കാലം മാത്രം 9,550 കേസുകളാണ് സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ നടന്ന അതിക്രമങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ 1,338 പീഡന പരാതികളാണ് എന്നുള്ളത് ഏറ്റവും
ആശങ്കയോട് കൂടി മാത്രമേ നമുക്ക് കേട്ടിരിക്കാൻ കഴിയുകയുള്ളൂ. 2016 15,114 കേസുകളാണ് അതിക്രമ കേസുകൾ മാത്രമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതിൽ 1656 പീഡന കേസുകളുമായിരുന്നു. ഇത് 2022 ആയപ്പോഴേക്കും, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലമാണ്, ആ 2022 ആയപ്പോഴേക്കും വലിയ രീതിയിലുള്ള വർധനവ്. തീർച്ചയായും. അത് മാത്രമല്ല ശാലിനി, നമുക്കറിയാം പല അതിക്രമങ്ങളും നഗരഹൃദയങ്ങളിൽ തന്നെയാണ് നടക്കുന്നത്. എന്നാലും പോലീസിന്റെ അനാസ്ഥ ഇങ്ങനെ തുടരുന്നതാണ്. നമുക്കറിയാം തിരുവനന്തപുരം നഗരഹൃദയത്തിൽ നടന്ന പല അതിക്രമങ്ങൾക്കും ഇതുവരെ പോലീസിന് ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ കാണാതാകുന്ന സ്ത്രീകൾ എവിടെയാണ് അപ്രത്യക്ഷമാകുന്നത്, ഇതിൽ എത്ര പേർ കൊല ചെയ്യപ്പെട്ടിരിക്കാം എന്നുള്ളതിൽ പോലും പോലീസിന് യാതൊരു ധാരണയുമില്ല. ഒരു സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പിന്നീട് അന്വേഷണം നടന്നപ്പോൾ ഒരുപക്ഷെ ആ കൊലപാതക സംഘത്തിലെ ഒരാൾ മദ്യപിച്ച് ബാറിനുള്ളിലിരുന്ന് വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞത് ആ സ്ത്രീ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത്. ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ പോലീസിന്റെ അനാസ്ഥ ഇപ്പോഴും തുടരുകയാണ് ഇത്തരം കേസുകളിൽ. രോഹിണി, അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൃത്യമായ തെളിവുകളിലേക്കോ അല്ലെങ്കിൽ തുമ്പുകളിലേക്കോ പോയി പോലീസിന് ഈ മിസ്സിംഗ് കേസുകൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എവിടെയാണ് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ മെച്ചപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. 2016-17 കാലത്തിലൊക്കെ വലിയ രീതിയിലുള്ള ആശങ്ക ഇല്ലാതെ നിന്നൊരു കാലത്ത് പിന്നീട് അത് 21-22 എത്തുമ്പോൾ സ്ത്രീപീഡനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 2021 എന്നുള്ളതാണ് നമ്മുടെ ഓർമ്മയിൽ തെളിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം നിയമസഭയിലടക്കം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒരു പ്രത്യേക സംവിധാനം പോലീസ് സേനയിൽ കൊണ്ടുവരും. ആ പോലീസ് സേനയിൽ കൊണ്ടുവരുന്ന സംവിധാനമായിരിക്കും ഇത്തരം കേസുകൾ അന്വേഷിക്കുക. ആ കേസുകൾ അന്വേഷിച്ച് അതിന്റെ നിജസ്ഥിതി കൃത്യമായി പുറത്തു കൊണ്ടുവരികയും ഒപ്പം തന്നെ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ, ഒരു കേസ് ഏറ്റെടുത്തതിന് ശേഷം പിന്നീട് അത് തെളിയുന്നത് വരെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റില്ല എന്നുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളൊക്കെ മുഖ്യമന്ത്രി നടത്തിയതുമൊക്കെയാണ്. പക്ഷേ ആ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ പാതി വഴിയിലായി എന്നുള്ളതാണ്. ഈ 170 സ്ത്രീകൾ എവിടെയാണ് എന്നുള്ള ഒരു ആശങ്കാജനകമായ ചോദ്യം ഉയരുമ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടത്. അത് മാത്രമല്ല, നിരവധി ആപ്പുകൾ, നിർഭയ ആപ്പുകൾ പോലെയുള്ള നിരവധി ആപ്പുകൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സംസ്ഥാനത്ത് സർക്കാർ കൊണ്ടുവരികയും ചെയ്തു. പോലീസാണ് അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട്, ആഭ്യന്തര വകുപ്പാണ് പല ആപ്പുകളുടെയും നിയന്ത്രണമൊക്കെ കൊണ്ടുവരികയൊക്കെ തന്നെ ചെയ്തു. പക്ഷെ അതൊന്നും തന്നെ കാര്യമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് മറുവശത്ത് നിലനിൽക്കുകയാണ്. അത് മാത്രമല്ല, രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ചില കേസുകൾ ഉയരുമ്പോൾ അല്ലെങ്കിൽ ആ കേസുകളുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ട് വീഴ്ചകളും ഒപ്പം തന്നെ അന്വേഷണത്തിൽ വീഴ്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പുറത്തു വരുന്നത്. മാത്രമല്ല, രോഹിണി എടുത്തു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നടത്തിയ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പരാമർശമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വാർത്തകൾ നിറഞ്ഞ ഒരു കേസ് അന്വേഷണത്തിന്റെ കൃത്യമായ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ യുവതിയെ കൊന്ന് തള്ളിയ കേസ് പുറത്തേക്ക് വരാനുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തിയത്. അത് മാത്രമല്ല, തലസ്ഥാനത്തടക്കം ഒരു IPS ഉദ്യോഗസ്ഥ ഇത്തരത്തിൽ വലിയ രീതിയിൽ അതിക്രമത്തിന് ഇരയായ ഒരു സാഹചര്യം ഈ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിലാണ് നടന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ലാത്വിയൻ യുവതി തിരുവനന്തപുരത്ത് കോവളത്ത് വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് വന്ന ആ യുവതി ചില ലഹരി മരുന്ന് മാഫിയകളുടെ കയ്യിൽപ്പെടുകയും പിന്നീട് മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന അല്ലെങ്കിൽ കൊലപാതകത്തിന് ഇരയാകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായതും ഇതേ കാലയളവിലാണ് എന്നുള്ളതാണ്. വർക്കല അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചും കോവളം അടക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ ഇത്തരത്തിൽ മയക്കുമരുന്ന് മാഫിയ ശക്തമാവുകയും വിദേശ വനിതകളെ അടക്കം ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോകുന്നു. ഇവിടെ ഒന്നും കൃത്യമായ നടപടി സ്വീകരിക്കാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളത് ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണ്. എന്തായാലും സംസ്ഥാനത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് കഴിഞ്ഞ 8 വർഷത്തെ ഈ കണക്കുകൾ. അതും 1,33,000 മുകളിൽ സ്ത്രീകൾ അതിക്രമ കേസുകൾക്ക് മാത്രം ഇരയാകുന്നു എന്ന് പറയുമ്പോൾ സ്ത്രീകൾ എവിടെയാണ് സുരക്ഷിത എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്ക് മുൻപിലും ഉയരുകയും ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അങ്ങേയറ്റം ഭീതിതമായ സാഹചര്യം തന്നെയാണ് കേരളത്തിൽ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്. നാഴിക്ക് 40 വട്ടം സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയാണ് തങ്ങളുടെ പ്രധാന കർത്തവ്യമെന്ന് പിണറായി സർക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കൃത്യമായി നടപ്പിലാക്കുന്നില്ല എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.